സംഗീത ഇതിഹാസം ആശാ ഭോസ്ലേക്ക് വിട നൽകാൻ രാജ്യം. മുംബൈ ശിവാജി പാർക്കിൽ സംസ്കാര ചടങ്ങുകളുടൻ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. വിവരങ്ങളുമായി സുജിത് ചന്ദ്രനാണ് ചേരുന്നത്. സുജിത്, എന്തായാലും ഇതിഹാസത്തിനാണ് രാജ്യം വിട നൽകുന്നത് എന്നുള്ളതാണ്. ഇന്ത്യൻ സംഗീത ലോകത്തെ ഏറ്റവും സുവർണ കാലഘട്ടത്തിന്റെ ഓർമ്മയാണ് ഇപ്പോൾ ആശാ ഭോസ്ലയിലൂടെ അത്തരത്തിൽ മായുന്നത്. അവർ പകർന്നു നൽകിയ സംഗീതം അവിടെ നിലനിൽക്കുകയും ചെയ്യും. രാജ്യം എങ്ങനെയാണ് ആശാ ഭോസ്ലേക്ക് ഈ ഒരു സമയത്ത് വിട നൽകുന്നത്? സ്വാതി പറഞ്ഞതുപോലെ ഒരു കാലഘട്ടം ആണ് കാലയവനികയ്ക്കുള്ളിലേക്ക് മറയുന്നത്. അവരുടെ ഔന്നത്യത്തിന്, അവരുടെ പ്രതിഭയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടിയാണ് രാജ്യം അവരെ യാത്രയാക്കുന്നത്. ലോവർ പരേലിലെ അവരുടെ വസതിയായ കാസ ഗ്രാൻഡയിൽ ഇന്ന് രാവിലെ 11 മണി മുതൽ അതിൻ്റെ താഴെയുള്ള ലോബിയിൽ പൊതുദർശനം സംഘടിപ്പിച്ചിരുന്നു. ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. മുഖ്യമന്ത്രി ഫട്നാവിസ് അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയുണ്ടായി. അല്പം മുമ്പ് വിവിധ തുറകളിലുള്ളവർ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനെത്തിയ ആരാധകരും സഹപ്രവർത്തകരും അടക്കമുള്ള നിരവധി പേർ, സംഗീത മേഖലയിലെ പ്രമുഖർ. ശിവാജി പാർക്കിലാണ് സംസ്കാരം നടക്കുന്നത്. അവിടെ ഒരു വലിയ ജനാവലി തടിച്ചുകൂടരുത്, കുടുംബത്തിന് വേണ്ട ഒരു പ്രൈവസി അവിടെ വേണമെന്ന് മകൻ ആനന്ദ് ഭോസ്ലെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ദേവേന്ദ്ര ഫട്നാവിസ് അടക്കമുള്ളവർ നേരത്തെ തന്നെ എത്തിയെന്ന് പറഞ്ഞുവല്ലോ. പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക. പോലീസ് പരേഡ് സംഘം അവിടെ എത്തിയിട്ടുണ്ട്. പരേഡ് സംഘത്തിൻ്റെ ഗൺ സല്യൂട്ട് അടക്കമുള്ള ചടങ്ങുകളുണ്ടാവും. ദേശീയ പതാക മൃതദേഹത്തിൽ പുതപ്പിച്ച് കഴിഞ്ഞു. അതിനുശേഷം ഔദ്യോഗിക ചടങ്ങുകൾ, മറ്റുള്ള ചടങ്ങുകളും മതപരമായ ചടങ്ങുകളും നടക്കും. ആശാ ഭോസ്ലെ അർഹിക്കുന്ന എല്ലാ ആദരവോടും കൂടി രാജ്യം അവരെ യാത്രയാക്കുകയാണ്. ശരി സുജിത, ആശാ ഭോസ്ലേക്ക് വിട നൽകുന്നു രാജ്യം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ.